മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലെ സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള രണ്ട് ക്യാരക്ടേഴ്സ് ആണ് സ്റ്റീവ് റോജേഴ്സ് അഥവാ ക്യാപ്റ്റൻ അമേരിക്കയും ജോൺ വോക്കർ അഥവാ US ഏജന്റും. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇവരിൽ ആരാണ് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് എന്നും അതേപോലെ തന്നെ ഇവർ തമ്മിൽ ഒരു ഫൈറ്റ് നടന്നാൽ ആരാകും വിജയിക്കുക എന്നുള്ളതുമാണ്. സോ ഗൈസ്, എന്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കാൻ ബെൽ ഐക്കൺ കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. തണ്ടർബോൾട്സ് എന്ന മൂവി ഇറങ്ങിയതിനു ശേഷം ഒരുപാട് പേര് സ്റ്റീവ് റോജേഴ്സ് അഥവാ ക്യാപ്റ്റൻ അമേരിക്കയുമായിട്ട് ജോൺ വോക്കറിനെ താരതമ്യം ചെയ്യുന്നുണ്ട്. സ്റ്റീവ് റോജേഴ്സിനെയും ജോൺ വോക്കറിനെയും തമ്മിൽ കമ്പയർ ചെയ്ത് സംസാരിക്കാൻ തന്നെ ഒരു കാരണമുണ്ട്. അതായത് അവർ രണ്ടുപേരും സൂപ്പർ സോൾജേഴ്സ് ആണ്. ക്യാപ്റ്റൻ അമേരിക്ക ദ ഫസ്റ്റ് അവഞ്ചർ എന്ന മൂവിയിൽ ഡോക്ടർ അബ്രഹാം എസ്കിൻ കണ്ടുപിടിച്ച സൂപ്പർ സോൾജർ സെറം ആദ്യമായിട്ട് പരീക്ഷിച്ച് സൂപ്പർ സോൾജർ ആയി മാറിയ വ്യക്തിയാണ് സ്റ്റീവ് റോജേഴ്സ്. സ്റ്റീവ് റോജേഴ്സും ജോൺ വോക്കറും മാത്രമല്ല സൂപ്പർ സോൾജേഴ്സ് ആയിട്ട് ഇപ്പോൾ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ ഉള്ളത്. ബക്കി ബാൺസ് അഥവാ വിന്റർ സോൾജർ, ഇസായ ബ്രാഡ്ലി, അലക്സൈ ഷോസ്തക്കോവ് അഥവാ റെഡ് ഗാർഡിയൻ, ഇവരൊക്കെയാണ് സൂപ്പർ സോൾജേഴ്സ്. സത്യത്തിൽ ജോൺ വോക്കർ ഇവരെക്കാളും നമ്മുടെ ഒറിജിനൽ ക്യാപ്റ്റൻ അമേരിക്കയായ സ്റ്റീവ് റോജേഴ്സിനെക്കാളും ശക്തനാണോ? ഈ വീഡിയോ കാണുന്ന മിക്ക ആളുകളും വിചാരിക്കുന്നത് സ്റ്റീവ് റോജേഴ്സിന്റെ അത്ര പോലും ജോൺ വോക്കർ ശക്തനല്ല എന്നാണ്, അല്ലേ? സ്റ്റീവ് റോജേഴ്സ് വളരെ ശക്തനായ ഒരു സൂപ്പർ സോൾജർ ആണെന്ന് തെളിയിക്കുന്ന പല ഇൻസിഡൻസും MCUവിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ജോൺ വോക്കർ ശക്തനാണെന്ന് തെളിയിക്കുന്ന ഇൻസിഡൻസ് MCUവിൽ ഒരുപാടില്ലെങ്കിലും അദ്ദേഹം ശക്തനാണെന്ന് തെളിയിക്കുന്ന പലതും ഞാൻ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കി തരാം. മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ വൈബ്രേനിയം ഷീൽഡ് ഉപയോഗിക്കാതെ തന്നെ സ്റ്റീവ് റോജേഴ്സ് വളരെയധികം ശക്തനാണെന്ന് തെളിയിക്കുന്ന ഒരു മാസ് സീനുണ്ട്. ക്യാപ്റ്റൻ അമേരിക്ക സിവിൽ വാറിൽ പറന്നു പൊങ്ങുന്ന ഒരു ഹെലികോപ്റ്ററിനെ സ്റ്റീവ് റോജേഴ്സ് തടയുന്ന സീന്. എയർബസ് AS350 എന്ന ഒരു ഹെലികോപ്റ്ററിനെയാണ് സ്റ്റീവ് റോജേഴ്സ് ഇവിടെ തടയാൻ ശ്രമിക്കുന്നത്. എയർബസ് AS350 എന്ന ഹെലികോപ്റ്റർ ടേക്ക് ഓഫ് ചെയ്യുമ്പോഴുള്ള വെയിറ്റ് 5000 പൗണ്ട് ആണ്. അതായത് 2267.962 കിലോഗ്രാം വെയിറ്റ്. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം, സ്റ്റീവ് റോജേഴ്സ് ചെയ്ത ഇത്രയും മാസ് ഐറ്റം ഒന്നും ജോൺ വോക്കർ ഒന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന്. എന്നാൽ ജോൺ വോക്കറും ഇതേപോലെ തന്നെ ഒരു മാസ് ഐറ്റം ചെയ്തിട്ടുണ്ട്. ദ ഫാൽക്കൺ ആൻഡ് ദ വിന്റർ സോൾജർ എന്ന സീരീസിൽ സൂപ്പർ സോൾജേഴ്സിനോട് ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് താഴേക്ക് മറിയാൻ പോകുന്ന NYPDയുടെ ഒരു സ്വാറ്റ് ട്രക്ക് ജോൺ വോക്കർ ഉയർത്തുന്നുണ്ട്. സ്വാറ്റ് ട്രക്കിന്റെ വെയിറ്റ് ഏകദേശം 16,550 പൗണ്ട് മുതൽ 17,550 പൗണ്ട് വരെയാണ്. അതായത് 7,960.546 കിലോഗ്രാം വെയിറ്റ്. സോ ഇങ്ങനെ ഒന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ തന്നെ സ്റ്റീവ് റോജേഴ്സിനേക്കാൾ 3-4 മടങ്ങ് വെയിറ്റ് പൊക്കി മാസ് കാണിച്ചത് ജോൺ വോക്കർ ആണെന്ന് നമുക്ക് പറയേണ്ടി വരും. സൂപ്പർ സോൾജർ സെറം എടുക്കുന്നതിന് മുൻപ് സ്റ്റീവ് റോജേഴ്സ് വളരെ സ്കിന്നി ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ ലുക്ക് മാത്രം കൊണ്ടല്ല സ്റ്റീവ് റോജേഴ്സ് സൂപ്പർ സോൾജർ സെറം എടുക്കാൻ യോഗ്യനാണെന്ന് തെളിയിച്ചത്. അദ്ദേഹത്തിന്റെ ധീരതയും രാജ്യത്തോടുള്ള ആത്മാർത്ഥതയും സ്നേഹവും ഒക്കെ കൊണ്ടാണ്. എന്നാൽ ജോൺ വോക്കർ സൂപ്പർ സോൾജർ സെറം എടുക്കുന്നതിന് മുന്നേ തന്നെ അദ്ദേഹം എല്ലാം കൊണ്ടും പെർഫെക്റ്റ് ആയ ഒരു സോൾജർ ആയിരുന്നു. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആർമിയുടെ 75ാമത്തെ റേഞ്ചർ റെജിമെന്റിന്റെ ഫോർമർ ക്യാപ്റ്റൻ കൂടിയായിരുന്നു ജോൺ വോക്കർ. 3 മെഡൽസ് ഓഫ് ഓണർ മേടിച്ചിട്ടുള്ള ഒരേ ഒരു അമേരിക്കനാണ് ജോൺ വോക്കർ. സ്റ്റീവ് റോജേഴ്സ് വളരെ സ്കിന്നി ആയ സമയത്താണ് സൂപ്പർ സോൾജർ ആയിട്ട് മാറിയതെങ്കിൽ ജോൺ വോക്കർ എല്ലാം കൊണ്ടും പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുമ്പോഴാണ് സൂപ്പർ സോൾജർ ആകുന്നത്. ഇവരെ തമ്മിൽ കമ്പയർ ചെയ്യാനായിട്ട് ബക്കി ബാൺസ് അഥവാ വിന്റർ സോൾജറിനെ കൂടെ ഈ ഒരു ഡിബേറ്റിൽ നമുക്കൊന്ന് ആഡ് ചെയ്ത് നോക്കാം. ക്യാപ്റ്റൻ അമേരിക്ക ദ വിന്റർ സോൾജറിൽ സ്റ്റീവ് റോജേഴ്സും വിന്റർ സോൾജറും തമ്മിൽ ഫൈറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. സ്റ്റീവ് റോജേഴ്സിനേക്കാൾ എന്തുകൊണ്ടും ഫിസിക്കലി സുപ്പീരിയർ ആണ് വിന്റർ സോൾജർ എന്ന് ആ ഫൈറ്റ് കണ്ട എല്ലാവർക്കും മനസ്സിലായി കാണുമായിരിക്കും. ആ ഫൈറ്റിൽ സ്റ്റീവ് റോജേഴ്സ് അത്യാവശ്യം പിടിച്ചു നിൽക്കാൻ തന്നെ കാരണം വൈബ്രേനിയം എന്ന ഷീൽഡ് അദ്ദേഹത്തിന്റെ പക്കൽ ഉള്ളതുകൊണ്ടാണ്. ക്യാപ്റ്റൻ അമേരിക്ക ബക്കി ബാൺസിന് നേരെ തന്റെ വൈബ്രേനിയം ഷീൽഡ് വലിച്ചെറിയുമ്പോൾ അതിവേഗത്തിൽ വന്ന ആ വൈബ്രേനിയം ഷീൽഡിനെ തന്റെ ഒരേ ഒരു മെറ്റൽ ആം കൊണ്ട് വിന്റർ സോൾജർ തടഞ്ഞു നിർത്തുന്നുണ്ട്. അന്ന് ബക്കി ബാൺസിന് മെറ്റൽ ആം നൽകിയത് ഹൈഡ്രയാണ്. എന്നാൽ ഇന്ന് ബക്കി ബാൺസ് വക്കാണ്ടൻ നിർമ്മിതമായ വൈബ്രേനിയം ആമാണ് ധരിക്കുന്നത്. ആ കാരണം കൊണ്ട് തന്നെ ഇപ്പോൾ ബക്കി ബാൺസ് പണ്ടത്തെക്കാൾ ശക്തനാണെന്ന് പറയേണ്ടി വരും. ദ ഫാൽക്കൺ ആൻഡ് ദ വിന്റർ സോൾജറിൽ ജോൺ വോക്കർ സാം വിൽസൺ അഥവാ ഫാൽക്കണും ബക്കി ബാൺസ് അഥവാ വിന്റർ സോൾജറുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്.
അവരുടെ പോരാട്ടത്തിന്റെ ഇടയ്ക്ക് ജോൺ വോക്കർ വൈബ്രേനിയ ഷീൽഡ് ബക്കി ബാൺസിന് നേരെ വലിച്ചെറിയുന്നുണ്ടെങ്കിലും ആ വൈബ്രേനിയ ഷീൽഡിനെ തടഞ്ഞു നിർത്താൻ ബക്കി ബാൺസിന് സാധിക്കുന്നില്ല. അന്ന് സ്റ്റീവ് റോജേഴ്സ് വൈബ്രേനിയ ഷീൽഡ് വലിച്ചെറിഞ്ഞപ്പോൾ നിഷ്പ്രയാസം അതിനെ തടഞ്ഞു നിർത്തിയ വിന്റർ സോൾജിയറിന് ഇപ്പോൾ അതിന് സാധിക്കാത്തത് സ്റ്റീവ് റോജേഴ്സിനേക്കാൾ നന്നായിട്ട് തന്നെ നല്ല ശക്തിയോടെ ജോൺ വോക്കർ ആ വൈബ്രേനിയ ഷീൽഡ് എറിഞ്ഞതുകൊണ്ടാകണം. ഈ ചെറിയ ഡീറ്റെയിലൂടെ തന്നെ ജോൺ വോക്കർ സ്റ്റീവ് റോജേഴ്സിനേക്കാൾ മികച്ചതാണെന്ന് മനസ്സിലാക്കാം. ജോൺ വോക്കറിനേക്കാൾ സ്റ്റീവ് റോജേഴ്സിന് ബാറ്റിൽ എക്സ്പീരിയൻസ് ഉണ്ട്. മാത്രമല്ല ഏത് തരം ഷീൽഡും എങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യണമെന്ന് സ്റ്റീവ് റോജേഴ്സിന് നന്നായിട്ട് അറിയാം. ജോൺ വോക്കറും സ്റ്റീവ് റോജേഴ്സും തമ്മിൽ ഒരു ഹാൻഡ് ടു ഹാൻഡ് ഫൈറ്റ് നടന്നാൽ, അതായത് അവർ തമ്മിൽ ഒരു ക്ലോസ് ക്വാർട്ടർ കോമ്പാറ്റ് നടന്നാൽ അതിൽ മുന്നിട്ട് നിൽക്കുന്നത് സ്റ്റീവ് റോജേഴ്സ് ആയിരിക്കും. എന്നാൽ ജോൺ വോക്കറിന്റെ കയ്യിൽ നിന്ന് നല്ലത് കിട്ടിയാൽ സ്റ്റീവ് റോജേഴ്സിന് നല്ല ഡാമേജ് ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. സ്റ്റീവ് റോജേഴ്സിന് കൊടുത്ത സൂപ്പർ സോൾജർ സെറം വർഷങ്ങളോളം എക്സ്പെരിമെന്റ് ചെയ്ത് അതിനെ കൂടുതൽ എൻഹാൻസ് ചെയ്തിട്ടാണ് ജോൺ വോക്കറിന് കൊടുത്തിട്ടുള്ളത്. തണ്ടർബോൾട്സ് എന്ന മൂവിയിൽ ജോൺ വോക്കർ ഒരു ടണലിന്റെ ഉള്ളിലൂടെ നമ്മുടെ ഹൾക്ക് ചാടുന്നത് പോലെ ഒരു 20 മുതൽ 30 അടിയോളം ഉയരത്തിൽ ചാടുന്നത് നമ്മൾ കണ്ടു. ഈ ഒരു എബിലിറ്റി MCUവിൽ ഇതുവരെ സ്റ്റീവ് റോജേഴ്സിൽ നിന്ന് നമുക്ക് കാണുവാൻ സാധിച്ചിട്ടില്ല. ഒരു പക്ഷേ അങ്ങനെ ഒരു പവർ സ്റ്റീവ് റോജേഴ്സിന് ഇല്ലായിരിക്കാം. പിന്നെ പവർ മാത്രമല്ലല്ലോ ഒരാളെ ഹീറോ ആക്കുന്നത്. സ്റ്റീവ് റോജേഴ്സ് വർഷങ്ങളോളം ട്രെയിൻ ചെയ്ത് കോമ്പാറ്റ് എക്സ്പീരിയൻസ് നേടിയ വ്യക്തിയാണ്. അത് മാത്രമല്ല അദ്ദേഹം പ്യുവർ ഹേർട്ടഡും തോറിന്റെ വെപ്പണായ മ്യോൾനിയർ എടുക്കാൻ പോലും വെർത്തിയാണെന്ന് തെളിയിച്ചവനാണ്. ജോൺ വോക്കറിന് നല്ല സ്ട്രെങ്ത് ഉണ്ട്. പക്ഷെ അദ്ദേഹം പോരാടുന്നത് കോപത്തോടെ ഒരു നിയന്ത്രണവും ഇല്ലാതെ ആയിരിക്കും. പക്ഷെ ജോൺ വോക്കർ സ്റ്റീവ് റോജേഴ്സിനോട് പോരാടിയാൽ സ്റ്റീവ് റോജേഴ്സിനെ തോൽപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമോ? അദ്ദേഹത്തിന് സ്റ്റീവ് റോജേഴ്സിനെ തോൽപ്പിക്കാനൊക്കെ സാധിക്കുമെന്നാണ് എന്റെ അഭിപ്രായം. ഇത്രയൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? സോ ഗൈസ്, സ്റ്റീവ് റോജേഴ്സ് വേഴ്സസ് ജോൺ വോക്കർ, ഇവരിൽ ആരാണ് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് എന്നുള്ളതും ഇവർ തമ്മിൽ ഒരു ഫൈറ്റ് നടന്നാൽ ആരാകും വിജയിക്കുക എന്നുള്ളതും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങളും സ്റ്റീവ് റോജേഴ്സ് വേഴ്സസ് ജോൺ വോക്കർ ഇവർ തമ്മിൽ ഒരു ഫൈറ്റ് നടന്നാൽ ആരാകും വിജയിക്കുക എന്നുള്ളതും വീഡിയോയുടെ താഴെ മറക്കാതെ ഒന്ന് കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറ്റുള്ള ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.